ഗായ്സ്, എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ നമ്മുടെ നാട്ടിലെ ന്യൂസൊക്കെ കാണുമായിരുന്നു, ഇങ്ങനെ പാമ്പ് കടിയും പിള്ളേർ മരിക്കുന്നതും ഒക്കെ. എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ. ഇപ്പം തന്നെ ഞാനൊരു വീഡിയോ കണ്ടതേ ഉള്ളൂ. ഒരു കൊച്ചാണെങ്കിൽ എൻ്റെ സ്കൂട്ടറിൽ നിന്ന് താക്കോലെടുക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു പാമ്പ് സൈഡിൽ വന്നതും കൊച്ച് പുറകോട്ടേക്ക് ഓടിയത് കാരണം ജസ്റ്റ് മിസ്സ് കൊച്ച് രക്ഷപ്പെട്ടു. എല്ലാവരും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഈ ഹെൽമെറ്റിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസുകളുണ്ട്. എന്തെടുത്താലും ഈവൻ സോക്സ്, പണ്ടൊക്കെ എന്നും മമ്മിയൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു സോക്സൊക്കെ ഇടാൻ നേരത്ത്, സോക്സും ഇടാൻ നേരത്ത് എപ്പോഴും അകത്ത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് കയറി ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം. പിന്നെ എന്നാ, രാത്രി കിടക്കുമ്പോഴത്തേക്ക് ഈ ജനലൊന്നും തുറന്നിടാണ്ട് അടച്ചെന്നൊക്കെ ഉറപ്പ് വരുത്തുക. എല്ലാം നോക്കിയിട്ട്, ഈവൻ ഈ പാത്രങ്ങളിൽ പോലും ഇടയ്ക്ക് കയറി ഇങ്ങനെ ഇരിക്കും. ഈ വലിയ പാത്രങ്ങളില്ലേ, ഈ ചെമ്പ് പോലത്തെ, അതൊക്കെ എല്ലാവരും നോക്കുക. നല്ലോണം കെയർഫുള്ളായിരിക്കണം. ആഗ്രഹം കൊണ്ട് പിന്നെ വെയിൽസിലല്ല, UK ഇതുവരെ ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല. ഇവിടെ ഇല്ലാന്ന് തോന്നും. മേ ബി ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കും. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനവും പാമ്പാണ്. പണ്ട് ഞാൻ എൻ്റെ തറവാട്ടിലൊക്കെ കുറേ പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിന്ന് ഭയങ്കര കാം ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. രാവിലെ എണീറ്റു, വീണ്ടും കുറച്ച് നേരം കിടന്നു. പിന്നെ ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. കുറച്ച് പിസ്ത കഴിച്ചു. ഇപ്പോൾ ഇവിടെ മണി എത്രയാണ്, 6:30 ഏതാണ്ടായി. ഇവിടെ പിന്നെ ഇപ്പോൾ സമയമൊക്കെ മുന്നോട്ടാണോ പുറകോട്ടാണോ, സമയമൊക്കെ മാറിയത് കാരണം കുറച്ചധികം നേരം നമുക്ക് വെളിച്ചമൊക്കെ കണ്ടിരിക്കാം. പിന്നെ എൻ്റെ ഈ മുറിയുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഈ പുറത്തൂടെ നോക്കിയാൽ കാഴ്ചകൾ കാണാമെന്നുള്ളതാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ പോകുന്നത് കാണാം. ഇപ്പോൾ ട്രെയിൻ പോയി കഴിഞ്ഞാൽ കാണിക്കുമായിരുന്നു. അടുത്ത ട്രെയിൻ വരുവാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കാണുന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് കണ്ടോ? എൻ്റെ ഈ വെയിൽസിൽ വന്ന എൻ്റെ ഏറ്റവും ആദ്യത്തെ വീട് അതായിരുന്നു. 93 വുഡ് റോഡ്. ഇപ്പം ഞാൻ താമസിക്കുന്ന 92 വുഡ് റോഡ്. അവിടെ നിന്നപ്പോൾ ഞാൻ ഓർത്തില്ല ഞാൻ ഈ വീട്ടിലോട്ട് മാറുമെന്ന്. എനിവേ, ഇതെൻ്റെ 3ാമത്തെ വീടാട്ടോ. ഇനിയിപ്പോൾ സൂൺ ഞാൻ അടുത്ത വീട്ടിലോട്ട് മാറും. ശേഷം ഞാനിങ്ങനെയൊക്കെ ഇരിക്കുന്നു. നാളെ ചിലപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ഉണ്ടാവും, ഉറപ്പില്ല. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതുമായിരിക്കും. അത്ര തന്നെ. ഇനിയും കാണാം. ബൈ ബൈ. പിന്നെ പറഞ്ഞത് മറക്കണ്ട, എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. എന്ത് ചെയ്താലും സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് ഇറങ്ങുക.